കോഴിക്കോട് കോർപ്പറേഷനിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സഖ്യത്തിനുണ്ടായ തിളക്കമാർന്ന വിജയം. യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും കുത്തക വാർഡുകളിൽ വരെ വിജയിക്കാൻ എൻഡിഎക്ക് സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ തിളക്കമാർന്ന വിജയം നേടാനായതിന്റെ സന്തോഷത്തിലാണ് ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ മുന്നണി. നിലവിലെ മേയർ ബീന ഫിലിപ്പിന്റെ ഡിവിഷനായ പൊറ്റമ്മലിൽ എൻഡിഎ വൻ മുന്നേറ്റമുണ്ടാക്കി. ബിജെപിയിലെ ടി റനീഷ് എൽഡിഎഫിലെ അംഗത്തിൽ അജയ്കുമാറിനെ 1425 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് പൊറ്റമ്മൽ വാർഡ് പിടിച്ചെടുത്തത്. പൊറ്റമ്മലെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ 47 വർഷമായി CPM മാത്രം അടക്കി ഭരിച്ചിരുന്ന തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളെ പോലെ അടക്കി ഭരിച്ചിരുന്ന പ്രദേശത്ത് ഒരു വികസനവും എത്താതിരുന്ന ഒരു സ്ഥലത്ത് 2 മേയർമാരുണ്ടായിരുന്ന സ്ഥലം AK പ്രേമജവും ബീന ഫിലിപ്പും ഉണ്ടായിട്ട് പോലും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കാത്ത വാർഡിൽ BJP വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ വിജയമാണ്. അവിടുത്തെ അമ്മമാര് ഇന്ന് രാവിലെ പോലും അമ്പലത്തിൽ പോകുമ്പോൾ അവരൊക്കെ നിരവധി പ്രാർത്ഥനകള്, യുവാക്കള്, അതുപോലെ തന്നെ ചെറിയ 5 വയസ്സുള്ള കുട്ടികൾ രനീഷ് മാമ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള അവരുടെ വിജയമാണ്. ഇന്നലെ ഇലക്ഷൻ പോളിംഗ് കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ 5 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞ മകൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, കാരണം നിങ്ങളുടെ ഒരു വോട്ട് പിടിച്ചതാണ്, കാരണം രനീഷ് മാമന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടുത്തെ പിഞ്ച് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുടെ വിജയമാണിത്. അതുപോലെ തന്നെ പുതിയറയെ ഞാൻ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അവസാന ദിവസം വീഡിയോകൾ ചെയ്ത് പണം കൊടുത്ത് വീഡിയോകൾ ചെയ്ത് ഞങ്ങളുടെ വ്യക്തിഹത്യ ചെയ്തിട്ട് പോലും പുതിയറയിലെ ജനങ്ങളും പൊറ്റമ്പല ജനങ്ങളും BJPയെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. ഈ വിജയം പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അഹോരാത്രം നിസ്വാർത്ഥമായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരോട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മമാരോട്, യുവാക്കളോട്, കുട്ടികളോട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞാൻ ഒരു കാര്യം ഈ അവസരത്തിൽ പറയാണ്, സമാനതകളില്ലാത്ത വികസനം പുതിയറയിൽ കൊണ്ടുവന്നതുപോലെ പൊറ്റമ്മൽ വാർഡിൽ ഇനി ചരിത്രം സൃഷ്ടിച്ച് ഈ പൊറ്റമ്മൽ വാർഡിൽ എന്ന് പറയാണ്. എന്റെ തുടർച്ചയായിട്ട് അവിടെ ബിന്ദു ഉദയകുമാർ വിജയിച്ചു. അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുള്ള നിരവധി പേരെ അവസാന നിമിഷം വെട്ടി ഒഴിവാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPയിൽ NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ഇനിയും വലിയ റിസൾട്ടുകൾ വരാൻ കാത്തിരിക്കുകയാണ്. ഭാരത് മാതാ കി ജയ്. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് മത്സരിച്ച പാറോപ്പടി വാർഡിലും NDA വിജയിച്ചു. 1548 വോട്ടിന് BJPയിലെ ഹരീഷ് പൊറ്റങ്ങാടിയാണ് ഇവിടെ വിജയിച്ചത്. കോൺഗ്രസിന്റെ കുത്തക സീറ്റായ ചാലപ്പുറത്ത് മിന്നും വിജയമാണ് NDAക്കുണ്ടായത്. KP അനിൽകുമാർ UDFിലെ സജീവനെയാണ് 734 വോട്ടിന് പരാജയപ്പെടുത്തിയത്. NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി കരുതപ്പെട്ടിരുന്ന BJP മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ നവ്യ ഹരിദാസ് കാരപ്പറമ്പ് ഡിവിഷനിൽ നിന്നും 1197 വോട്ടിന് വിജയിച്ചു. പുതുതായി രൂപീകരിച്ച മാവൂർ റോഡ് ഡിവിഷനിലും NDA വിജയിച്ചു. 733 വോട്ടിനാണ് ഇവിടെ BJPയിലെ ശ്രീജ C നായർ വിജയിച്ചത്. LDFന് നിർണായക സ്വാധീനമുള്ള പുതിയറയിൽ NDAയിലെ ബിന്ദു ഉദയകുമാർ 952 വോട്ടിനാണ് ജയിച്ചത്. LDF ജയം ഉറപ്പിച്ചിരുന്ന ചക്കോരത്തുകുളം വാർഡിൽ NDAയിലെ N ശിവപ്രസാദ് 1463 വോട്ടിന് വിജയിച്ചു. ACB ന്യൂസ്, കോഴിക്കോട്.